നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1975 മുതൽ 85 വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി 10ാം വാർഷികം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ബദിയടുക്ക കന്യപ്പാടിയിൽ മുട്ടലോടുമായി പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വൻ അപകടം. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. വേറിട്ട പഠനയാത്രയുമായി പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു യാത്ര. ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. KV മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. കർക്കടക കഞ്ഞി ഫെസ്റ്റും നടന്നു. ഫ്രീഡം റൺ 2 സംഘടിപ്പിക്കുവാനൊരുങ്ങി വാമോസ് വർക്കൗട്ട് കൂട്ടായ്മ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. സ്നേഹ സൗഹൃദങ്ങളിൽ വിളക്കിച്ചേർത്ത സഹപാഠി ബന്ധത്തിൻ്റെ പെരുമയുമായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ 1975 മുതൽ 85 വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി 10ാം വാർഷികം ആഘോഷിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് 15-ന് ഗവൺമെൻറ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ചും പരസ്പരം സ്നേഹം നുകർന്നും പഴയ കൂട്ടുകാർ ഒത്തുകൂടും. ആഘോഷത്തിന് പൊലിമേകി കലാവിരുന്നുകളും കായിക മത്സരങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് നടക്കുന്ന വിവിധ കലാപരിപാടികൾക്ക് മുന്നോടിയായി 13-ന് രാവിലെ 10 മണി മുതൽ ഗ്രീൻഫീൽഡ് ടർഫ് കോർട്ടിൽ സ്പോർട്സ് മത്സരങ്ങളും കമ്പവലിയും മ്യൂസിക്കൽ ചെയറും നടക്കും. വൈകിട്ട് 3:30-ന് വിളംബരജാഥയും ഉണ്ടാവും. 15-ന് ഉച്ചയ്ക്ക് 2 മണി മുതലാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കുക. ഒരു വട്ടം കൂടി വാട്സാപ്പ് കൂട്ടായ്മ പിറവികൊണ്ടത് മുതൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരു കുടയ്ക്ക് കീഴിൽ അണിനിരത്താനും സമൂഹത്തിന് ഇവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. 10 വർഷങ്ങൾക്കിടയിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ആർക്കും ഒറ്റപ്പെടുത്തലുകളില്ലാതെ കൂട്ടായ്മയുടെ സ്നേഹക്കരുത്തിൽ ഒത്തുചേരാൻ കഴിയുന്നുണ്ടെന്നും സംഘാടകർ വ്യക്തമാക്കി. ഒരു വട്ടം കൂടിയിൽ കഴിവുള്ള ആളുകൾ ചില്ലറയൊന്നുമല്ല. ഈ 10 കൊല്ലം മാത്രമാണോ ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരിക്കുന്നത്? അല്ല, അതിനപ്പുറവും ഇപ്പുറവും ഇതുപോലെ ദശാബ്ദങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ കാലഘട്ടത്തിലെയും സംഘടന ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഈ 10 വർഷം മാത്രമല്ല, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കാവൽഭടന്മാരെ പോലെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഉൾക്കൊള്ളാം. അത് ഒരുപാട് ആളുകൾ വന്നാലൊരു സന്തോഷം. ആ ബഹളം തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയാൻ കഴിയുന്നത്. മുമ്പ് കാസർഗോഡ് ഒരു ഭീകരനാട് എന്നൊരു പേരുണ്ടായിരുന്നത് ആകെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ കാസർഗോഡ് ഒരു സ്വർഗരാജ്യമാണ് എന്ന രീതിയിൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്ന തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കണം. കാസർഗോഡിൻ്റെ സർവോപരി എല്ലാവിധ ഉന്നതിക്കും നമുക്ക് ഇപ്പോൾ കാസർഗോഡ് കോളേജിൽ പഠിക്കണമെന്നില്ല, കാസർഗോഡ് കോളേജിൽ പഠിച്ച ആൾക്കാരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ നാടിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. സ്പോർട്സും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്പോർട്സ് ഒരു വനിതകൾക്കുള്ള ഒരു ഐറ്റം കഴിഞ്ഞു. നാളെ അത്ലറ്റിക് മീറ്റും ട്രാക്ക് ആൻഡ് ഫീൽഡും ഗ്രീൻഫീൽഡ് ഗ്രൗണ്ടിൽ, ടർഫ് ഗ്രൗണ്ടിൽ, അതൊരു വൈകുന്നേരം വരെ വുമൻസ് ആൻഡ് മെൻസ്. അതും അതിപ്പോൾ ഈ 10 വർഷത്തിൽ പ്രഥമമായിട്ടാണ് അത് നടത്തുന്നത്. 15-ന് ഉച്ചയ്ക്കാണ് പരിപാടി തുടങ്ങുന്നത്. അന്ന് തന്നെയാണ് ഈ കലാപരിപാടികൾ ഞാൻ പറഞ്ഞ പാട്ടുണ്ട്, ഗാനമേളയുണ്ട്, പാട്ടുണ്ട്, അതുപോലെ തന്നെ ഡാൻസ്, സ്കിറ്റ്, മോണോ ആക്ട്, കഥാപ്രസംഗം, എല്ലാ പരിപാടികളും ഞങ്ങൾ ഉണ്ട്. അത് രാത്രി വരെ ഉണ്ടാവും. കാരണം 2 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് രാത്രി വരെ നീണ്ടുപോകും പരിപാടികൾ. നാളെ സ്പോർട്സ് മീറ്റ് നടത്തുകയാണ്. സ്പോർട്സ് മീറ്റ് ഒളിയത്തൊടുക്ക ടർഫ് കോർട്ടിൽ വെച്ചാണ് നടത്തുന്നത്. ആ സ്പോർട്സ് മീറ്റിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് ഒരു വിളംബര ജാഥ കൂടി നടത്തുന്നുണ്ട്. അതായത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന
വിളംബര ജാഥ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ സമാപിക്കും. സൗഹൃദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അതുതന്നെയാണ് ഞങ്ങളുടെ മതവും, അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10ാം വാർഷികത്തിൽ വിപുലമായ രീതിയിൽ ഒരു വട്ടം കൂടിയുടെ 10ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഒരു വട്ടം കൂടി 10ാം വാർഷികാഘോഷ കമ്മിറ്റിയുടെ ഉപദേശക സമിതി അംഗങ്ങളായ പ്രൊഫസർ ഖാദർ മാങ്ങാട്, പ്രൊഫസർ ഗോപിനാഥ്, ചെയർമാൻ KM ഹനീഫ്, ജനറൽ കൺവീനർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി, വൈസ് ചെയർമാൻമാരായ KP അബ്ദുൽ അസീസ്, സത്യഭാമൻ ടീച്ചർ, ട്രഷറർ ദിനേശ് K, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സയ്യിദ് അഷ്റഫ്, സ്പോർട്സ് കോർഡിനേറ്റർ PC ആസിഫ്, കൺവീനർ ലീല PV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ബദിയടുക്ക റോഡിൽ കന്യപ്പാടിയിൽ മുട്ടലോടുമായി പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വൻ അപകടം. കുമ്പള ഭാഗത്തു നിന്നും ബദിയടുക്ക ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി മതിലുൾപ്പെടെ തകർത്താണ് മറിഞ്ഞത്. അപകടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് കുമ്പള ബദിയടുക്ക റോഡിൽ കന്യപ്പാടിയിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കുമ്പള ഭാഗത്തു നിന്നും ബദിയടുക്ക ഭാഗത്തേക്ക് മുട്ട ലോഡുമായി പോകുകയായിരുന്ന ലോറി കന്യപ്പാടി വളവിലെത്തിയപ്പോൾ നിയന്ത്രണം തെറ്റി മതിലുൾപ്പെടെ തകർത്ത് മറിയുകയായിരുന്നു. സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അപകടത്തിൽ ലോറി ഡ്രൈവറും കൂടെയുണ്ടായിരുന്ന ആളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിസാര പരിക്കുകളോടെയാണ് ഇവർ രക്ഷപ്പെട്ടത്. കന്യപ്പാടിയിൽ വളവായതിനാൽ ഇവിടെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാടത്തിനപ്പുറത്തേക്ക് നേരറിവുകൾ തേടി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള 2ാം ക്ലാസ്സുകാരുടെ യാത്ര വേറിട്ട പഠനാനുഭവമായി മാറി. പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വേറിട്ട പഠനയാത്ര നടത്തിയത്. പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാർക്ക് ഒരു ദിവസത്തെ പഠനം ക്ലാസ് മുറിയിലല്ല. രാവിലെ പുസ്തകവും പെൻസിലും എടുത്ത് വരിവരിയായി അവർ നടന്നു നീങ്ങിയത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കാണ്. നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കാനാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂടെ അവർ തോട്ടത്തിലെത്തിയത്. അവിടെ വിവിധയിനം കാർഷിക വിളകൾ, കാർഷിക യന്ത്രങ്ങൾ, കൃഷിരീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതോടൊപ്പം ഏറുമാടത്തിൽ കയറാനും പാർക്കിൽ കളിക്കാനുമുള്ള അവസരവും കുട്ടികൾ ഉപയോഗപ്പെടുത്തി. തോട്, കുളം എന്നീ ജലസ്രോതസ്സുകളും കാണാൻ അവസരം ലഭിച്ചു. സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന TS തിരുമുൻപിൻ്റെ ഭവനവും പ്രതിമയും കണ്ടാണ് കുട്ടികൾ മടങ്ങിയത്. ഫാം വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ പ്രവർത്തകർ ലഘുഭക്ഷണം നൽകി കുട്ടികളെ സ്വീകരിച്ചു. അറിവുകൾ ക്ലാസ് മുറികൾക്കകത്തു നിന്നു മാത്രം ലഭിക്കേണ്ടതല്ലെന്നും അനുഭവങ്ങളിലൂടെ സ്വാംശീകരിക്കേണ്ടതാണെന്നുമുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ നിർവഹിച്ചു. ഞങ്ങൾ ഒരിക്കലും അധ്യാപകരെ ചെറുതായി കണ്ടിട്ടില്ല. മറ്റേതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തു കഴിഞ്ഞാലും ഒരു ക്ലർക്കിന് പ്രത്യേകിച്ച് വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. അയാൾ കുറെ ക്രമേണ അതൊക്കെ പഠിച്ചു വന്നു. അയാൾക്ക് ഒരു ദിവസം ഒരു ഫയൽ നോക്കാതിരുന്നാൽ അയാൾ ചിലപ്പോൾ ഫയലിൽ തെറ്റായി എഴുതി വെച്ചാൽ പോലും അത് കറക്റ്റ് ചെയ്തു പോകും. പക്ഷെ അധ്യാപകർ ഒരു തെറ്റ് ചെയ്താൽ ഒരു കുട്ടിയെ ശരിയായ രൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് വീഴ്ച പറ്റിയാലോ, ഒരു ഫയലിൽ തെറ്റ് വന്നാൽ നമുക്കത് അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അത് കറക്റ്റ് ചെയ്തു പോകും. പക്ഷെ നമുക്ക് തെറ്റുപറ്റിയാലോ അത് തിരുത്തപ്പെടാൻ കഴിയില്ല. അതിന്റെ അതാണ് അത്രയേറെ പ്രാധാന്യമുള്ളവർ. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു.
പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടം കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത്. പരിശീലനത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ വിദഗ്ധർ കൈകാര്യം ചെയ്യും. കൗമാരക്കാരായ കുട്ടികളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിക്കാനും അധ്യാപകർക്ക് കഴിയണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉൾച്ചേർത്ത് ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടിയ സമീപനം വിദ്യാലയ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കാൻ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ അവരുടെ സ്കൂളിലെ അധ്യാപകരിലേക്കും 8, 9, 10 ക്ലാസുകളിലെ കുട്ടികളിലേക്കും ബോധവൽക്കരണം എത്തിക്കുകയാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. കൗമാരപ്രായക്കാരായ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനും സാമൂഹ്യ മാധ്യമ സാക്ഷരത, സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിന് പരിശീലനം ലക്ഷ്യമിടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമ നാടിൻ്റെ ഉത്സവമായി. കാസർഗോഡ് അമൈവയലിലായിരുന്നു ഗ്രാമീണോത്സവം. ഇതോടൊപ്പം സംഘടിപ്പിച്ച കർക്കടകക്കഞ്ഞി ഫെസ്റ്റ് ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. കാസർഗോഡ് അമൈവയലിലാണ് നാടിനെ ആവേശത്തിലാഴ്ത്തിയ ഗ്രാമീണോത്സവം നടന്നത്. എന്നെ നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയാറുള്ളത്. നമ്മൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മളിപ്പോൾ കർക്കിടകക്കഞ്ഞിയും കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ ആളുകൾ, നമ്മുടെ പഴമക്കാർ ജീവിച്ചത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഴക്കാലത്ത് ചക്കക്കുരുവും അതുപോലെ തന്നെ കറിയൊക്കെ വെച്ച് ഊണ് കഴിച്ച അനുഭവം അതുപോലെ തന്നെ എനിക്കുണ്ട്. നിങ്ങൾക്കും ആ ഓർമ്മയുണ്ടാകും. അപ്പോൾ അതൊന്നും ഈ ഇപ്പോഴത്തെ ധാരണ എന്താണ്, അങ്ങനെ ആ ചക്കക്കുരുവും അതുപോലെ തന്നെ ഈ തകിര കറിയൊക്കെ കഴിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണം എന്നാണ് ചില ആളുകൾ കരുതിയിട്ടുള്ളത്. നമ്മൾ വലിയ സംഖ്യ നൽകി വാങ്ങി കഴിക്കുന്ന ബിരിയാണിയേക്കാൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ഈ തകരിയുടെ കറിയും അതുപോലെ തന്നെ ചക്കക്കുരുവിയുടെ കറിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പഴയ നാളുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് ഈ മഴപ്പൊലിമ നമുക്ക് നൽകുന്നത്. പിന്നെ CDS ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യാതിഥിയായിരുന്നു. വൈസ് ചെയർമാൻ ഷംസീദ ഫിറോസ്, നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ, നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജനി, 18ാം വാർഡ് കൗൺസിലർ വിമല, ഉണ്ണികൃഷ്ണൻ, ജയചന്ദ്രൻ, ഭവ്യ, അനുശ്രീ, ശോഭ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് CDS കൺവീനർ ഷാഹിദ യൂസഫ് സ്വാഗതവും കൺവീനർ ആശായെ നന്ദിയും പറഞ്ഞു. മഴപ്പൊലിമയുടെ ഭാഗമായി വിവിധ ഗ്രാമീണ മത്സരങ്ങളും വിനോദ പരിപാടികളും നടന്നു. ഇതോടൊപ്പം കർക്കടകക്കഞ്ഞി ഫെസ്റ്റും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാതന്ത്ര്യദിനത്തിൽ ഫ്രീഡം റൺ 2 സംഘടിപ്പിക്കുവാനൊരുങ്ങി വാമോസ് വർക്കൗട്ട് കൂട്ടായ്മ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപൂർണ ആരോഗ്യത്തിന് മുറ തെറ്റാതെയുള്ള വ്യായാമം എന്ന സന്ദേശം നൽകി ഷെഫീഖ് തിരുവത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച വാമോസ് വർക്കൗട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഫ്രീഡം റൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 300-ലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും വെള്ളിയാഴ്ച രാവിലെ കൃത്യം 6:15 രജിസ്റ്റർ ചെയ്തവർക്കുള്ള ജേഴ്സി വിതരണം ചെയ്യുമെന്നും 6:30 വാമപ്പ് ആരംഭിച്ച് 7 മണിക്ക് തന്നെ തളങ്കര മുസ്ലിം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ട്രാഫിക് ജംഗ്ഷൻ വഴി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഫ്രീഡം റൺ സമാപിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനത്തിലെ ഞങ്ങളുടെ ഫ്രീഡം റണ്ണ് ഇതിൽ പങ്കെടുക്കുന്നവർ ഏകദേശം 300ഓളം ആൾക്കാർ ഇതിനകം ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മുസ്ലിം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് രാവിലെ 7 മണിക്ക് ഈ റണ്ണ് ആരംഭിക്കുന്നത്. അത് ട്രാഫിക് ജംഗ്ഷൻ വഴി റെയിൽവേ സ്റ്റേഷനിലാണ് സമാപിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ കാമ്പൗണ്ടിനകത്ത് വെച്ച് നമ്മളുടെ വ്യായാമ മുറകളുടെ ചെറിയ ഒരു വെർഷൻ നമ്മളവിടെ പ്രദർശിപ്പിക്കും. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് മുമ്പ് ഒരു 15 മിനിറ്റ് നമ്മളുടെ ഈ വ്യായാമത്തിൻ്റെ ഒരു വെർഷൻ അവിടെയും നമ്മൾ പ്രദർശിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓടും.
ഓടിയതിനു ശേഷമുള്ള സമാപനത്തിൽ ഈ ഓടിയ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരു മെഡലും അതുപോലെ തന്നെ ചെറിയൊരു റിഫ്രഷ്മെൻറ്റും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് പ്രതിനിധികൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ തീരദേശ പോലീസ് സ്റ്റേഷൻ, ഷഫീഖ് തെരുവത്ത്, അഡ്വക്കേറ്റ് VM മുനീർ, സിയാദ് KM, മുജീബ് KA, മുനീർ സാക്കുറ, അഷ്റഫ് സോണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ സർവീസ് സ്കീം NSS അംഗത്വ ദിനം കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അംഗൻവാടി കുരുന്നുകൾക്ക് പായസ വിതരണവും പൊതുജനങ്ങൾക്ക് ജീവിതശൈലി രോഗ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. സേവന സന്നദ്ധ കൂട്ടമായ NSS കൈക്കോട്ടുകടവ് സ്കൂൾ യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിയ അംഗത്വ ദിനാചരണത്തിന് തുടക്കം കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ KV ഗോപിക്കുട്ടി, പ്രധാനാധ്യാപകൻ B വിനോദ് കുമാർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രം, ഇളമ്പച്ചി ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ സ്കൂളിൽ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗ പരിശോധന ക്യാമ്പിൽ പൊതുജനങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി 100-ൽ പരം പേർ പങ്കെടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ RV നിധിൻ, JPHN M നീതു, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ KT സച്ചിന, ആശാ വർക്കർ TV റീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീമിൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൈക്കോട്ടുകടവ് സ്കൂളിൽ പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എൻറോൾമെൻറ്റ് ഡേ ആണ് നടക്കുന്നത്. ഈ ചടങ്ങിന് ഇന്നത്തെ ദിവസം നമ്മൾ 2 പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതാക, NSSൻ്റെ പതാക ഉയർത്തുകയും അതുപോലെ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അങ്കണവാടിയിൽ കുറച്ച് ക്ലീനിങ് പ്രവർത്തനങ്ങളായി ചെയ്തു. അതുപോലെ പായസ വിതരണം ചെറിയ കുട്ടികൾക്ക് നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അറിയാൻ വേണ്ടിയിട്ടും അതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ PHSCയിലെ ആൾക്കാർക്ക് സ്കൂൾ സ്റ്റാഫിന് നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ്. തുടർന്ന് കൈക്കോട്ടുകടവ് 39-ാം നമ്പർ അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് പായസ വിതരണം നടത്തി. ചേച്ചിമാരും ചേട്ടന്മാരും നൽകിയ മധുരം അവർ നുണഞ്ഞു. അങ്കണവാടി വർക്കർ K ശോഭന, ഹെൽപ്പർ V ഉഷ എന്നിവർ NSS വോളണ്ടിയർമാർക്ക് നന്ദി അറിയിച്ചു. NSS കോർഡിനേറ്റർ BK ബിജു, പ്രമോദ്, അധ്യാപകരായ PP ദാവൂദ്, PP ഷീന, M സത്യ, P ഇന്ദിര, PE കാർത്തിക, സരസ്വതി സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സൊരുക്കി. നീലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. നീലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം മേഖലാ പ്രസിഡന്റ് P രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ഡെപ്യൂട്ടി തഹസിൽദാർ സിന്ധു സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് M സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി. മേഖലാ സെക്രട്ടറി A സുബിൻരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം T വിജയൻ, ജില്ലാ സെക്രട്ടറി P രാജീവൻ, ട്രഷറർ KR രാകേഷ്, മേഖലാ ട്രഷറർ T രാജേഷ്, വിവിധ മേഖലകളിലെ സമുദായ സംഘം ഭാരവാഹികളായ C അനിൽകുമാർ, NK സുനിൽ, K ശ്രീജിത്ത്, സുനിൽകുമാർ കൊട്ടറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വ്യാപാരി ഏകോപന സമിതി മഞ്ചേശ്വരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം ആഘോഷമാക്കി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേശ്വരം യൂണിറ്റ് ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങളും പരിസര ശുചീകരണ പരിപാടിയും സംഘടിപ്പിച്ചു. സംഘടനാ പ്രസിഡന്റ് ബഷീർ കന്നില പതാക ഉയർത്തി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ക്ഷേമത്തിന് പരിസര ശുചിത്വം വളരെ പ്രധാനമാണെന്നും ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ വ്യാപാരികൾ മുൻപന്തിയിലാണെന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹസൈനാർ, ദയാനന്ദ് ബംഗേര, കുമുദ, സുദർശൻ ജെയിൻ, സലാം താജ്, ഗോൾഡ് കിങ് അഷ്റഫ്,
അൻസാർ, പ്രവീൺ ഷെട്ടി തുടങ്ങിയ സംഘടനാ നേതാക്കൾ, സംഘടനാ അംഗങ്ങൾ, പ്രാദേശിക വ്യാപാരികൾ, വിവിധ സേവന സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വസങ്കടി ടൗണിനെ, മഞ്ചേശ്വര ടൗണിനെ ശുചിത്വ കൊണ്ട് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കളക്ട് ചെയ്ത് ശുചിത്വത്തിൽ നിൽക്കാനുള്ള ഒരു മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മഞ്ചേശ്വര യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉപ്പളയിലെ K3 സെൻട്രൽ മാർട്ടിൽ 4ാം വാർഷികാഘോഷത്തിൻ്റെയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെയും ഭാഗമായി ഓഫർ പെരുമഴ. ആഗസ്റ്റ് 14 മുതൽ 16 വരെയാണ് സ്പെഷ്യൽ ഓഫർ സെയിൽ. മികച്ച ഗുണമേന്മയോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 3 മുതൽ 65% വരെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള നിരവധി ഓഫറുകളാണ് K3 സെൻട്രൽ മാർട്ടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉപ്പളയിലെ വ്യാപാര രംഗത്ത് പ്രൗഢിയോടെ നിലകൊള്ളുന്ന K3 സെൻട്രൽ മാർട്ടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഫർ പെരുമഴ. സ്വാതന്ത്ര്യദിനത്തിൻ്റെയും 4ാം വാർഷികത്തിൻ്റെയും ഭാഗമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 മുതൽ 18 വരെയാണ് സ്പെഷ്യൽ ഓഫർ സെയിൽ നടക്കുക. ഈ ദിവസങ്ങളിൽ മികച്ച ഗുണമേന്മയോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 3 മുതൽ 65% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ ലഭിക്കും. ഒപ്പം സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയ വമ്പൻ സമ്മാനങ്ങളും സ്വന്തമാക്കാം. എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കുമായി അതിവിശാലമായ സൗകര്യത്തോടെയുള്ള ഉപ്പളയിലെ ആധുനിക സംവിധാനമാണ് K3 സെൻട്രൽ മാർട്ട്. ഓരോ ഉൽപ്പന്നങ്ങളും പ്രത്യേകം സെക്ഷനുകളിലായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് എളുപ്പവും സുഗമവുമായ ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴപ്പൊലിമയുടെ ഭാഗമായി തൃക്കരിപ്പൂരിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടി വയലിലെ ചേറിൽ നാടൊന്നാകെ ഇറങ്ങി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമയിൽ നാട്ടിപ്പാട്ടുപാടിയും ചെളിയിൽ നൃത്തം ചവിട്ടിയും വിവിധ മത്സരങ്ങളിലും സ്ത്രീകളും കുട്ടികളും പങ്കാളികളായി. വെള്ളാപ്പ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികളും അണിനിരന്ന ഘോഷയാത്രയോടെയാണ് മഴപ്പൊലിമയ്ക്ക് തുടക്കമിട്ടത്. തൊപ്പിക്കളി, ഓട്ടമത്സരം, നിധി തേടൽ, ബലൂൺ പൊട്ടിക്കൽ തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു. കുട്ടനാടി വയലിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് ഇവിടെ കൃഷി മാത്രം ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ മാത്രമായിരുന്നു. ആ കുട്ടനാടിയിൽ ഇന്ന് ചെറിയ ചെറിയ പോക്കറ്റുകൾ മാത്രമായി വയലുകൾ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. എവിടെ നോക്കിയാൽ എവിടെ വയലുണ്ടോ ആ വയലുകളൊക്കെ തന്നെ ഓരോ ദിവസം എന്നോണം മണ്ണിട്ട് നികത്തി അവിടെ വീടുകൾ വെക്കുന്നു, ഷോപ്പുകൾ പണിയുന്നു. അങ്ങനെ ആരും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ സംസ്ഥാന പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ മിഷൻ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രതീഷ് കുമാർ, പ്രോഗ്രാം കൺവീനർ KP ജയദേവൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ KM ഫരീദ, ഫായിസ് ബീരിച്ചേരി, E ഷൈമ, KV രാധ, E ശശിധരൻ, കൃഷി ഓഫീസർ A റെജീന, ഫാമേഴ്സ് ബാങ്ക് ഡയറക്ടർ LK യൂസഫ്, CDS ഉപാധ്യക്ഷ M ഹൈറുനീസ, VM ശ്രീധരൻ, C കൃഷ്ണൻ, PK റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. സമാപന യോഗത്തിൽ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉദയം കളി എന്ന തൃക്കരിപ്പൂരിൻ്റെ സ്വന്തം നാടൻ കലാരൂപത്തെ പുതിയ തലമുറ ഏറ്റെടുത്താൽ അത് പനക്കാച്ചേരി നാരായണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഫോക്ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ഉദയം കളിയിലെ അവസാന കലാകാരി തൃക്കരിപ്പൂർ ഉടുമ്പന്തല കരിക്കടവിലെ പനക്കാച്ചേരി നാരായണിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നാട്ടുകാരുടെ ഇടപെടലും ഉദയം കളി പരിശീലിപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ടാവണമെന്നും MP പറഞ്ഞു. കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ പഴയ തറികളുടെ നാടാണ്.
നെയ്ത്തിൻ്റെ നാടാണ്. പിന്നെ പരമ്പരാഗതമായ ഒരു തൊഴിലുകളുണ്ടല്ലോ പഴയ കാലത്ത്, ജാതീയമായ ചില തൊഴിലുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്നാണ് നമ്മുടെ ഈ കലാകാരി, ഒരു കലാഹൃദയം അവർക്കുണ്ടെന്ന് നാട് തിരിച്ചറിഞ്ഞു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലതും അന്യം നിന്ന് വരികയാണ്. അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ പഴയ തലമുറയിൽ നിന്ന് ഇത്തരം വിജ്ഞാനങ്ങൾ, ഇത്തരം കലാരൂപങ്ങൾ ഇതൊക്കെ പുതിയ തലമുറയിലേക്ക് കൈമാറും. ഉടുമ്പുന്തല കരിക്കടവിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി ദിനേശൻ, കെ സുരേഷൻ, കെ വി അമ്പു, കെ കണ്ണൻ, എ ശശിധരൻ, പി സുകുമാരൻ, സി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഉദയം കളി കലാകാരി അന്തരിച്ച പി നാരായണിയുടെ വീടും MP സന്ദർശിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിലെ SNDP യൂണിയനുകൾ സംയുക്തമായി ദേവസ്വം മന്ത്രി VN വാസവന് നിവേദനം കൈമാറി. ക്ഷേത്ര സ്ഥാനികരുടെ വേതനം സംബന്ധിച്ച വിഷയത്തിലായിരുന്നു നിവേദനം നൽകിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശത്തിൽ കാസർഗോഡ് ജില്ലയിലെ SNDP യൂണിയനുകൾ സംയുക്തമായി ദേവസ്വം മന്ത്രി VN വാസവന് നിവേദനം സമർപ്പിച്ചു. ആചാരസ്ഥാനികരുടെ വേതനം വർദ്ധിപ്പിക്കുകയും വേതനം നൽകാനുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് അതാത് മാസത്തിൽ തന്നെ ലഭിക്കുന്നതിനാവശ്യമായതും 2017 ശേഷമുള്ള അപേക്ഷകൾ പരിഗണിച്ച് വേതനം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. SNDP കാസർഗോഡ് യൂണിയൻ സെക്രട്ടറി ഗണേഷ് പാറക്കട്ട, ഉദുമ യൂണിയൻ സെക്രട്ടറി ജയാനന്ദൻ പാലക്കുന്ന്, ഹൊസ്ദുർഗ് യൂണിയൻ സെക്രട്ടറി PV വേണുഗോപാലൻ, SNDP യോഗം വെള്ളരിക്കുണ്ട് യൂണിയൻ സെക്രട്ടറി PR ശശിധരൻ, തൃക്കരിപ്പൂർ യൂണിയൻ കൺവീനർ കുഞ്ഞികൃഷ്ണൻ കപ്പണക്കാൾ, SNDP യോഗം ഉദുമ യൂണിയൻ പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ മാസ്റ്റർ, കാസർഗോഡ് യൂണിയൻ വൈസ് പ്രസിഡന്റ് AT വിജയൻ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് നിവേദനം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSSPU കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം മുതൽ മിനി സിവിൽ സ്റ്റേഷൻ വരെ പ്രകടനവും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ധർണയും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മീഷനെ നിയമിക്കുകയും പെൻഷൻ പരിഷ്കരണ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് വളരെ പഴയ പ്രാബല്യത്തിന് അത് ഉടനടി നമുക്ക് തരികയും ചെയ്യണം. എപ്പോഴും പെൻഷൻകാരുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഏത് തീയതിക്കാണോ ഈ പെൻഷൻ പരിഷ്കരണം നടത്തേണ്ടിയിരുന്നത് ആ തീയതിക്ക് തന്നെ നടത്തിക്കൊണ്ട് പെൻഷൻകാരെ സഹായിക്കണം എന്നുള്ളതാണ് നമുക്ക് ഗവൺമെന്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതെല്ലാം അന്വയം ഘടിപ്പിച്ചിട്ടുള്ളതാണ്. PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി സമ്പ്രദായം നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫിനാൻസ് ബിൽ ഭേദഗതികളെ പിൻവലിക്കുക. ഈ 4 കാര്യങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടതാണ്. എങ്ങനെയെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ ഇടയിൽ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ മാത്രം ഒരു കുറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എവിടുന്നോ പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ? വൻകിട രാഷ്ട്രങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്ന് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടന. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന വിശദീകരണ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. V കുഞ്ഞികൃഷ്ണൻ, ബാലകൃഷ്ണൻ, VT കാർത്യായനി, KP കമാരൻ നായർ, രവിവർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. K ചന്ദ്രശേഖരൻ സ്വാഗതവും V സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1975 മുതൽ 85 വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി 10ാം വാർഷികം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ബദിയടുക്ക കന്യാപ്പാടിയിൽ മുട്ടലോടുമായി പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വൻ അപകടം. ദൃശ്യങ്ങൾ KCN ന്യൂസിന്.
വേറിട്ട പഠനയാത്രയുമായി പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു യാത്ര. ബാലാവകാശ കമ്മീഷൻ നൽകുന്ന ഏകദിന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. KV മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. കർക്കടക കഞ്ഞി ഫെസ്റ്റും നടന്നു. ഫ്രീഡം റൺ 2 സംഘടിപ്പിക്കുവാനൊരുങ്ങി വാമോസ് വർക്കൗട്ട് കൂട്ടായ്മ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.